ഒരു പപ്പയ്ക്ക പച്ചടി എങ്ങനെയാണ് വയ്ക്കണേന്ന് നോക്കാം. പഴുത്ത പപ്പയ്ക്കയിൽ പച്ചടി. ഓ, അടിപൊളി ടേസ്റ്റ്, നല്ല രസമുണ്ട്. പപ്പയ്ക്ക മധുരമൊന്നും വേണ്ടില്ല, നല്ല രസം. മാങ്ങാപ്പച്ചടി ചെയ്യാൻ അത്ര പുളിപ്പില്ലെന്നേ ഉള്ളൂ. ആദ്യം പപ്പയ്ക്ക നമ്മൾ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഈ പപ്പയ്ക്ക ഇട്ടിട്ട് ഒരു സ്പൂൺ ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. ഒരു വിസിൽ കേട്ടാൽ മതി. അതിനുശേഷം ഇത് അതിൽ നിന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് അരപ്പ് വേണം. അതിന് 1/2 കപ്പ് തേങ്ങയും ഒരു 3 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും 4 ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കണം. നല്ലോണം അരച്ചെടുത്തതിന് ശേഷം പിന്നെ തൈരും ഇത് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിക്കണം. തൈരും ഈ അരപ്പും എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഉടച്ചെടുക്കണം. കാരണം വേവിച്ചിരിക്കുന്നതുകൊണ്ട് നല്ലോണം ഉടയ്ക്കാൻ പറ്റും. നല്ല ചെറിയ ചൂടുണ്ട്. ഇനിയിപ്പോൾ ചൂടാക്കണ്ട, ചൂടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, തിളക്കരുത്. എന്നിട്ട് പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാൻ കടുകും കറിവേപ്പിലയും മുളകും മാത്രം ഇട്ട് നല്ലോണം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്, കാശ്മീരി ചില്ലിയാണേ, ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് എല്ലാം കൂടെ യോജിപ്പിക്കാം. ഒരു ചെറിയ ഓറഞ്ച് കളറായിരിക്കും ഇത് ചെയ്ത് വരുമ്പോൾ, നല്ല രസമാണ് കേട്ടോ.